ആക്ച്വലി ഇത് റാവുത്തർ തമിഴ് എന്നുള്ളൊരു ഭാഷയാണ്. നമ്മളത് പടത്തിലെവിടെ ഞങ്ങളത് അങ്ങനെ ഇന്നൊരു സ്ലാങ്ങിലൂടെ ഇറങ്ങുന്ന സിനിമ അങ്ങനെയൊന്നും ഞങ്ങളത് എവിടെയും പറഞ്ഞിട്ടൊന്നുമില്ല. എല്ലാത്തിലും ഇടപെട്ടിട്ടുണ്ട്. പ്രശ്നമുണ്ട്. ബിസിനസ് ആണെങ്കിലും ഫാമിലി വൈസ് ആണെങ്കിലും കുട്ടിയോടുള്ളതാണ്, അച്ഛനമ്മയോടുള്ള, പെങ്ങളുടെ ഇക്വേഷൻ ആണെങ്കിലും പെങ്ങളുടെ സുഹൃത്തുക്കളുടെ ഇക്വേഷൻ ആണെങ്കിലും എല്ലാം എവിടെയൊക്കെ തെറ്റിക്കിടക്കുന്നുണ്ട്. അപ്പൊ അത് ആ സ്ലാങ് അറിയുന്നവർക്കും അല്ലെങ്കിൽ ആ ഭാഷ പരിചയമുള്ളവർക്കും മനസ്സിലായത് ഇന്നതാണെന്നുള്ളത്. സ്റ്റാർ കൂടി അവർ രണ്ടുപേരെ വെച്ച് ചെയ്യാനുള്ള സിനിമയായിരുന്നു. സിനിമ ഇറങ്ങുമ്പോൾ ഞങ്ങൾ ഇങ്ങനെ പോസ്റ്ററൊക്കെ ഷെയർ ചെയ്യും. അതെ, പുതിയ ടെക്നീക്ക് ചാൻസ് ചോദിക്കാനുള്ള ഏറ്റവും കൂടുതൽ നമ്പർ മാറ്റിയത് ഞങ്ങളുടെ കോളേജിലുള്ള ഒരു ഫ്രണ്ട് സുഹൃത്തുക്കനായിരിക്കും. അപ്പൊ ഫാൻസിന്റെ എന്തായാലും എല്ലാവരും ഷറഫിന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. വളർന്നു വരുന്ന കലാകാരനാണ്, തീർച്ചയായും നമുക്ക് തരുന്ന അതേ സപ്പോർട്ട് അവരും കൊടുക്കണം. ഷറൂസ് ലോകിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഒരു ടീമിന്റെ ഒപ്പമാണ് ഉള്ളത്. ആരാണെന്നല്ലേ, ജൂലൈ 25-ന് ആമസോൺ പ്രൈമിൽ ഇറങ്ങിയ ഒരു സിനിമയാണ് ബാനർ കട്ട. ഞാൻ വന്നോണ്ടിരിക്കുക. അർജുനും ഗോകുലും തിരക്കഥ എഴുതി വിഷ്ണു നാരായണ സംവിധാനം ചെയ്ത് കാർത്തിക് രാമകൃഷ്ണൻ അഭിനയിച്ച ഒരു സിനിമയാണ് ബാനർ കട്ട. ഇന്ന് നമ്മുടെ കൂടെയുള്ള ഒരു ടീമാണ്. ഇങ്ങോട്ട് നോക്കി. ഹായ് ബ്രോ, എല്ലാവരും ഒന്ന് പരിചയപ്പെടുത്തി കൊടുത്തേ. എല്ലാവരും ആരെങ്കിലും എന്താണെന്നൊക്കെ ഒന്ന് പരിചയപ്പെടുത്തി കൊടുത്തേ. ഞാൻ ഗോകുൽ നമ്മുടെ തിരക്കഥ എഴുതിയ ഗോകുലാണ്. ഞാൻ അർജുൻ. ഇവർ രണ്ടുപേരും കൂടി ചേർന്നാണ് തിരക്കഥ എഴുതിയിട്ടുള്ളത്. പടത്തിന്റെ ഡയറക്ടർ. പിന്നെ ഈ ടീമുമായിട്ട് നമ്മൾ ഇന്റർവ്യൂ ചെയ്യാൻ ഒരു കാരണം കൂടിയുണ്ട്. ഈ സിനിമ എല്ലാവരും കണ്ടാണെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കാണാത്തവരുണ്ടെങ്കിൽ ആമസോൺ പ്രൈമിൽ പോയി കാണുക. എല്ലാവരും നമ്മുടെ സപ്പോർട്ട് കൊടുക്കേണ്ടതാണ്. പിന്നെ ഈ ടീം എനിക്കൊരു ക്ലോസ് ടീം കൂടിയാണ്. എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ കൂടെ പഠിച്ച ഒരുത്തനാണ് ഗോകുൽ എന്ന് പറയുന്ന ഈ വ്യക്തി. ഇപ്പൊ ഏകദേശം 3 സിനിമ ചെയ്തിട്ടുണ്ട്. 3 സിനിമ. അപ്പൊ പാലക്കാടാണ് മൊത്തം ഷൂട്ട് ചെയ്തിരിക്കുന്നതല്ല. അപ്പൊ എങ്ങനെയാണ് ബാനർ കെട്ടയുടെ ഒരു വിഭവം? എങ്ങനെയാണ് ബാനർ കെട്ട? എന്താണ് ബാനർ കെട്ട എന്ന് പറയുന്നത്? ആക്സിഡന്റലി സംഭവിച്ച ഒരു പടമാണ്. ആദ്യത്തെ ഒരു ലോക്ക്ഡൗണിനൊക്കെ ശേഷം ആർക്കും വർക്കൊന്നുമില്ല. അപ്പം എല്ലായിടത്തും ലോക്ക്ഡൗൺ ആയിട്ട് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഉണ്ടായ ഒരു ഐഡിയ ആണ്, ചെറിയൊരു ഐഡിയ ആണ്. വിഷ്ണു ഇങ്ങനെ ഒരു ഐഡിയ പറഞ്ഞു. അപ്പോൾ അതിങ്ങനെ ഞങ്ങളിങ്ങനെ വർക്കൗട്ട് ചെയ്യാന്നുള്ള രീതി. കാരണം വലിയ ക്രൂ ഒന്നും ആവശ്യമില്ലാത്തൊരു സിനിമയാണ്. അപ്പോൾ ഒരു ചെറിയ സിമ്പിളായിട്ടൊരു ആഷിഖ് എന്ന് പറഞ്ഞൊരു ക്യാരക്ടറിലൂടെ പോകുന്നൊരു സിമ്പിളായിട്ടൊരു പടമാണ്. അപ്പോൾ ഉടനെ നമുക്ക് ചെയ്യാൻ പറ്റിയൊരു സമയമാണ്. ഐ മീൻ വലിയ ക്രോ ഒന്നും ഇല്ലാതെ ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയാണെന്നുള്ളൊരു ഐഡിയ കിട്ടി. അങ്ങനെയാണ് സത്യം പറഞ്ഞാൽ തുടങ്ങുന്നത്. പിന്നെ നമ്മൾ വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇടയിൽ പിന്നെ ആ ക്യാരക്ടറിൻ്റെ ഒരു ഡീറ്റെയിലിങ്ങും ബാക്കിയുള്ള ബാക്ക്ഗ്രൗണ്ടും അതുപോലെ കംപ്ലീറ്റ്ലി പാലക്കാട് നടക്കുന്ന ഒരു സംഭവം. പാലക്കാടുള്ള ഒരു ക്യാരക്ടറാണ് ഇയാൾ. അതുപോലെ തന്നെ അയാൾ സംസാരിക്കുന്ന ഭാഷയായിട്ട് റാവുത്തർ തമിഴ് എന്നൊക്കെ കൊണ്ട് അധികം നമ്മൾ മലയാള സിനിമയിൽ അങ്ങനത്തെ സംഭവങ്ങളൊന്നും കണ്ടിട്ടില്ല. അപ്പോൾ അതുപോലെയുള്ള കൊച്ചു ഡീറ്റെയിലുകളൊക്കെ വന്നപ്പോൾ നമുക്കും ഇൻട്രസ്റ്റിംഗ് ആയി തോന്നി. ഭയങ്കര സ്ക്രിപ്റ്റ് എഴുതിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ ഇങ്ങനെ കൂടുതൽ കാര്യങ്ങളിങ്ങനെ ആഡപ്പായി അങ്ങനെയാണ് നമുക്ക് ചെയ്യാമെന്നുള്ളൊരു കോൺഫിഡൻസ് ആണ്. ശരിക്കും സ്ക്രിപ്റ്റ് കംപ്ലീറ്റ് ആയ ശേഷമാണ് നമുക്ക് തന്നെ ഒരു കോൺഫിഡൻസ് വന്നത് അത് പ്രൊസീഡ് ചെയ്യാമെന്നുള്ളത്. അങ്ങനെയാണ് പന്നാരക്കിലേക്ക് തുടങ്ങുന്നത്. അപ്പോൾ വിഷ്ണു നാരായണൻ എന്ന് പറയുന്ന ഡയറക്ടർ, അതായത് പുള്ളി നിയോ ഫിലിം സ്കൂളിലൊക്കെ പഠിച്ചാണ് അല്ലേ? അപ്പോൾ നിങ്ങൾ രണ്ടുപേരും കാർത്തിക് രാമകൃഷ്ണൻ എന്ന് പറയുന്ന ഇതിലെ നടനും നിയോ സ്കൂളിൽ പഠിച്ച ഒരു നിയോ പ്രോഡക്റ്റ് അല്ലേ നിങ്ങളെല്ലാവരും? നിയോ പ്രോഡക്റ്റ് എന്ന് പറയുമ്പോൾ ഞങ്ങൾ ആക്ച്വലി കംപ്ലീറ്റ് ചെയ്തില്ല, കോഴ്സ് കംപ്ലീറ്റ് ചെയ്തില്ല. ഞങ്ങൾ ഡിസ്കണ്ടിന്യൂ ആയിരുന്നു. ഓക്കെ. നിയോ പ്രോഡക്റ്റ് പറയാൻ പറ്റുന്ന പക്ഷെ നിങ്ങൾ താങ്ക്സ് കാർഡ് ഞാൻ നിയോ ഫിലിം സ്കൂളിൻ്റെ ഒരു ഇത് കണ്ടിട്ടുണ്ടായിരുന്നു. സപ്പോർട്ട് ചെയ്ത ആൾക്കാരുണ്ട് ഉണ്ട് അല്ലേ? ഒക്കെ മാറുന്നതായിട്ട്. ഓക്കെ, നിങ്ങൾ പണ്ട് പോലെ സുഹൃത്തുക്കളാണ്, അങ്ങനെയാണോ? ഞാൻ ഒരുമിച്ച് പഠിച്ച ആൾക്കാരാണ്. ഏറ്റവും ഒരുമിച്ച് ഒരേ സ്കൂളിലായിരുന്നു പഠിച്ചത് +2 വരെ. പിന്നെ അതിനുശേഷം +2 കഴിഞ്ഞാണ് നമ്മൾ ന്യൂ ഫിലിം സ്കൂളിൽ ജോയിൻ ചെയ്യാൻ പോയത്. വിഷ്ണു ഡയറക്ഷൻ, ഞാൻ സ്ക്രീൻ ആക്ടിങ്ങിനായിരുന്നു. ഞാൻ ആകെ ഒരു 2 ക്ലാസ് ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് പേഴ്സണൽ ഇഷ്യൂസും ഫിനാൻഷ്യൽ ഇഷ്യൂസും ഒക്കെ കാരണം നമുക്ക് ഡിസ്കണ്ടിന്യൂ ചെയ്യേണ്ടി വന്നു. അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ സിനിമ എന്നുള്ളൊരു സംഭവത്തിനോടൊരു എൻട്രി എന്ന് പറയുന്നത് അവിടെ നിന്നാണ്, നിയോ എന്നുള്ളൊരു സംഭവത്തിനാണ്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഒരു ഷോർട്ട് ഫിലിമിൽ അഭിനയിക്കുന്നതോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നമ്മൾ നിയോയിൽ ജോയിൻ ചെയ്ത ശേഷമാണ് നിൽക്കുന്നത്. അതെ, നിയോ എന്നാണ്. അപ്പോൾ നിയോ ആയിരിക്കും സിനിമ എന്നുള്ള രീതിക്ക് നമ്മളൊരു തുടക്കം എന്നുള്ളത് നിയോ ആണ്. അതായത് ബാനർ കെട്ട
കണ്ട എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും, ഇതൊരു പാലക്കാടിൽ നടക്കുന്ന ഒരു കഥയാണ്. അതായത് പാലക്കാടിനെ ഇതിൽ ബേസ് ചെയ്ത് ഇതിനു മുമ്പ് സിനിമകൾ നമ്മൾ പലതും കണ്ടിട്ടുണ്ടെങ്കിലും പാലക്കാടിന്റെ ഭാഷ എന്ന് പറയുന്ന ഒരു മലയാള ഭാഷയെ കുറിച്ചിട്ടായിരിക്കും കൂടുതലും പറഞ്ഞിട്ടുണ്ടാവും. പക്ഷേ പാലക്കാട് തന്നെ ഒരു റാവുത്തർ തമിഴ് എന്ന് പറയുന്ന ഒരു പ്രത്യേക തരം സ്ലാങ് ഉണ്ട്. ഈ സ്ലാങ് ഈ സിനിമയിൽ ഉപയോഗിച്ചതാണ് ഈ സിനിമയുടെ ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് തോന്നിയത്. അതുമാത്രമല്ല, ഇതൊരു ഒറ്റ ക്യാരക്ടർ, ആശിക്കുന്ന ഒരു ക്യാരക്ടർ ബേസ് ചെയ്തിട്ടാണ് ഈ സിനിമ ഫുള്ളായിട്ട് മൂവ് ആകുന്നത്. ആ ഒരു ക്യാരക്ടറിനെ ബേസ് ചെയ്ത് ആ സിനിമ ഫുൾ ആ ക്യാരക്ടറെ ത്രൂ ഔട്ട് ഓഡിയൻസിന് ഇരുത്തണമെങ്കിൽ അതൊരു ചെറിയ പരിപാടിയല്ല. ഇപ്പോൾ നിയോ ഫിലിം സ്കൂളിൽ ഇവർ തന്നെ പറഞ്ഞു ഇവർ ഡിസ്കണ്ടിന്യൂ ചെയ്തതാണ്. പക്ഷേ നമുക്കൊരു സ്വപ്നം ഉണ്ടെങ്കിൽ അതിനുവേണ്ടി നമ്മൾ 100% നമ്മൾ അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു സിനിമ എന്ന ലക്ഷ്യം മാത്രമല്ല, നമുക്ക് എന്തും ചെയ്യാൻ സാധിക്കാൻ പറ്റും എന്നതിനൊരു ഉദാഹരണം കൂടിയാണ് ഇവിടെ നമ്മോടൊപ്പമുള്ള ഈ ടീം. എന്താണ് നിങ്ങൾക്ക് ഇതിനകത്ത് എന്തെങ്കിലും ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റായിട്ട് തോന്നുന്നുണ്ട്, അല്ലെങ്കിൽ അധികം പറഞ്ഞായിട്ട് തോന്നുന്നുണ്ട്? കറക്റ്റ്. നമ്മള് ഉറപ്പായിട്ടും നമുക്കൊരു ഡ്രീം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ മാക്സിമം ഹാർഡ് വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എത്താൻ പറ്റും എന്നുള്ളത് തന്നെയാണ് ഉദാഹരണം തന്നെയായിരിക്കും ഞങ്ങളുടെ ഈ 3 സിനിമയും. അതായത് ഇത് നിങ്ങളുടെ 3ാമത്തെ സിനിമയാണ്, അതായത് ബ്രോയ്ക്ക് 3ാമത്തെ സിനിമയാണ്, പുള്ളിയുടെ ആദ്യത്തെ സിനിമയാണ്. അർജുനും ഗോകുലിനും ഇത് എത്രാമത്തെ സിനിമയാണ്? 3ാമത്തെ സിനിമയാണ്. ആദ്യത്തെ സിനിമ ഏതായിരുന്നു? ആദ്യത്തെ സിനിമ 32 ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാം. GP മിയ അവരൊക്കെ അഭിനയിച്ച പടമാണ്. അത് ഓൾമോസ്റ്റ് 2015 ഇറങ്ങിയാണ്. ഞാൻ അങ്ങോട്ട് സ്ട്രഗ്ലിംഗ് കഷ്ടപ്പാടും പിന്നൊരു സിനിമ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ സെക്കൻഡ് വണ്ണാണ് ഷിബു. അത് ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാം. പാലക്കാടിലെ ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാം. ഷിബു ഇവിടെ തന്നെ ഷൂട്ട് ചെയ്തതാണ്. അതും തിരക്കടില്ലാതെ പോയി. ആമസോണിൽ വേൾഡ് റീച്ച് കിട്ടി. അപ്പോൾ ആ ഒരു പ്രൊജക്റ്റ് കാരണമാണ് ഞങ്ങൾക്ക് ഈസിയായിട്ട് ഈ പ്രൊജക്റ്റ് ടച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ കുറച്ചുകൂടി ഞങ്ങളുടെ എഴുത്തിനും അല്ലെങ്കിൽ ഞങ്ങളുടെ ഒരു പ്രൊഡക്ഷനൊക്കെ കുറച്ചുകൂടി സ്ട്രോങ് ആയത് ആ ഷിബു എന്നുള്ളൊരു സിനിമ ഓൾറെഡി ഞങ്ങൾക്ക് ആമസോൺ പ്രൊഫൈലുള്ളതുകൊണ്ട് ആമസോണായിട്ട് ഞങ്ങൾക്ക് ഭയങ്കര കോൺടാക്ട് എപ്പോഴും കീപ്പ് ചെയ്യാൻ പറ്റിയിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു എന്താണ് അതൊരു ആ ഒരു ഫോളോ അപ്പിൻ്റെ ഭാഗമായിട്ടാണ് 3 ദിവസം ഡയറക്റ്റ് റിലീസ് എന്നുള്ളൊരു രീതിയിൽ വന്നത്. അപ്പോൾ അത് ഷിബു ഞങ്ങൾക്കൊരു വലിയ അനുഗ്രഹമായിരുന്നു. ഞങ്ങളൊരു ട്രാവൽ പാലക്കാട് സ്ലാങ് എന്ന് പറയുമ്പോൾ പാലക്കാടിന്റെ റാവുത്തർ തമിഴ് എന്ന് പറയുന്ന ഒരു സ്ലാങ്ങാണ് നമ്മൾ ഉദ്ദേശിച്ചത്. റാവുത്തർ തമിഴ്. അപ്പൊ അന്ന് സിനിമയിൽ അടിച്ച പയ്യനെ ആരാക്കൊണ്ട് കേട്ടിരുന്നത് അത് എന്റെ പയ്യനെ ഉட்கார்ந்துருக்கிறது. இந்த பையனுக்கு என்ன சொல்ற கொண்டு கேட்டு பார்க்கலாம். இது உங்களுக்கு எப்படி அந்த ஸ்லாங் பேசுறது தெரிஞ்சது? എനിക്ക് ഇത്ര ഫ്ലെക്സിബിളായിട്ട് അല്ല, അത് ഫസ്റ്റ് റാവുത്തർ തമിഴ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞാണ്. അതിനകത്ത് പടം കണ്ട കുറേ പേർക്ക് ഒരു ധാരണ ഇത് തമിഴ് ആണെന്നുള്ളൊരു ധാരണയുണ്ട്. അപ്പൊ അങ്ങനെ കുറേ പേര് ഞങ്ങളോട് പറഞ്ഞിരുന്നു ഒരു ഇതെങ്ങനെ ഒരു തമിഴ് എന്നുള്ളത്. ആക്ച്വലി ഇത് റാവുത്തർ തമിഴ് എന്നുള്ളൊരു ഭാഷയാണ്. നമ്മളത് പടത്തിലെവിടെ ഞങ്ങളതങ്ങനെ ഇന്നൊരു സ്ലാങ്ങിലൂടെ ഇറങ്ങുന്ന സിനിമ അങ്ങനെയൊന്നും ഞങ്ങളത് എവിടെയും പറഞ്ഞിട്ടൊന്നുമില്ല. അപ്പൊ അത് ആ സ്ലാങ് അറിയുന്നവർക്കും അല്ലെങ്കിൽ ആ ഭാഷ പരിചയമുള്ളവർക്കും മനസ്സിലായത് ഇന്നതാണെന്നുള്ളത്. മറ്റുള്ളവർക്ക് ചെറിയ ഡൗട്ട് ഉണ്ടായിരുന്നു എന്താ ഇങ്ങനെ ഒരു ഭാഷ, അല്ലെങ്കിൽ ഇത് തമിഴ് എന്നത് ശരിക്കും തമിഴല്ല ശരിക്കും മലയാളമല്ല എന്നുള്ളൊരു കൺഫ്യൂഷൻസിൽ കുറേ ക്രിറ്റിസൈസിങ് ആയിട്ടൊക്കെ കേട്ടിരുന്നു. അപ്പൊ ആക്ച്വലി അതാണ് ഇത് റാവുത്തർ തമിഴ് എന്നുള്ളൊരു ഭാഷയാണ്. അപ്പോൾ ഞങ്ങളത് അങ്ങനെ ഞങ്ങളൊരു ഇപ്പൊ നമ്മളൊരു ട്രിവാൻഡ്രം സ്ലാങ്ങിലുള്ള സിനിമ അല്ലെങ്കിൽ പാലക്കാട് സ്ലാങ് എന്നുള്ള സിനിമ കൊണ്ട് നമ്മൾ അവിടെ പ്രൊമോട്ട് ചെയ്യുന്ന പോലെ ഞങ്ങൾ അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങളത് അറിയുന്നവർക്ക് മനസ്സിലായിക്കോട്ടെ എന്നുള്ള രീതിയിൽ ഇവിടെയുള്ളവർക്കൊക്കെ മനസ്സിലായി. പക്ഷെ നമ്മളൊരു ആമസോണിൽ ഇറങ്ങുന്നതുകൊണ്ടും ലോകം മൊത്തം ഇറങ്ങുന്നതുകൊണ്ടും നമുക്ക് ചിലപ്പോൾ ഈ ഭാഷ അധികം അറിയാത്ത ആൾക്കാർക്ക് ഒരു കൺഫ്യൂഷൻ ഇപ്പോഴും ഉണ്ടാവാം. അപ്പൊ ഞാൻ അത് ഒരു ക്ലാരിറ്റി വരുത്താൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ്. അപ്പോൾ അത് റാവുത്തർ തമിഴാണ്. അപ്പം നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ അവിടെയുള്ള 1-2 പേര് നമ്മളെ സഹായിച്ചു. അങ്ങനെ ആ ഡയലോഗ്സ് അവർക്ക് പറഞ്ഞു കൊടുത്ത് അവരത് അതിൽ ആ ഭാഷയിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തെന്ന് അതെങ്ങനെ പറയണം എന്നൊക്കെ അവർ പറഞ്ഞു തന്നിട്ട് നമ്മൾ ചെയ്തൊരു സംഭവമാണ്. പക്ഷെ അത് നന്നായി വന്നൊന്ന് കേട്ടത് ഭയങ്കര സന്തോഷം. അതെ, തീർച്ചയായിട്ടും. എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വീട്ടിൽ സംസാരിക്കുമ്പോൾ എന്റെ വീട്ടിൽ ഞങ്ങൾ തമിഴ് സംസാരിക്കാറുണ്ട്. എനിക്കപ്പോൾ അത് കേൾക്കുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് എന്താ എനിക്കൊരു അത്ഭുതമായിട്ട് തോന്നിയത്. സത്യം പറഞ്ഞാൽ ബാനർഘട്ട ഒരു പാലക്കാട് ബേസ്ഡ് സിനിമയാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. എത്ര ദൂരമുണ്ടെങ്കിലും അതെ നമ്മളിപ്പോൾ സംസാരിക്കുമ്പോൾ എന്ത് ചെയ്യുമ്പോൾ നമ്മൾ പുറത്തുനിന്ന് ഒരു സിനിമയിൽ ഈ ഒരു ലാംഗ്വേജ് നമുക്ക് വരുമ്പോൾ എനിക്ക് ഭയങ്കര ഹാപ്പി ആയി തോന്നി. ഇതാരും പാലക്കാട് എന്ന് പറയുമ്പോൾ എന്താണ്ടാ ഉണ്ണിയെ എന്താണ്ടാ കാര്യം എന്ന് പറഞ്ഞ് മാത്രമേ നമ്മൾ സംസാരിച്ച് കേട്ടിട്ടുള്ളൂ. പക്ഷേ ഈ സ്ലാങ് ഇതിലേക്ക് കൊണ്ടുവരാൻ തോന്നിയത് മാത്രമല്ല ഈ ആഷിഖ് എന്ന് പറയുന്ന ക്യാരക്ടറിന് കുറേ ഡെപ്ത് ഉള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അതിന് കുറേ പ്രശ്നങ്ങളുണ്ട്, കുറേ ഫോൺ കോൾസിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് ചാലഞ്ചിങ് ആയ റോളാണെന്ന് എനിക്ക് തോന്നുന്നത്. എങ്ങനെ കൈകാര്യം ചെയ്തത്? അല്ല, 100% ചാലഞ്ചിങ് ആയ റോളാണ്. കൈകാര്യം ചെയ്തത് ഉറപ്പായിട്ടും ഇവരുടെ ഒരു സപ്പോർട്ട് ഉള്ളതുകൊണ്ടാണ്. നമുക്ക് സിനിമ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒറ്റയ്ക്ക് അറിയാലോ, നമുക്ക് അങ്ങനെ ഒന്നും ചെയ്യാനൊന്നും പറ്റില്ല. ഇവർക്ക് വ്യക്തമായിട്ടുള്ള ഒരു ആ ക്യാരക്ടർ എങ്ങനെ വേണം അല്ലെങ്കിൽ ആ ക്യാരക്ടർ എങ്ങനെയൊക്കെ ബിഹേവ് ചെയ്യണം എന്നുള്ളത് വ്യക്തമായിട്ട് ഇവർക്ക് മൂന്നവർക്കൊരു ധാരണ ഉണ്ടായിരുന്നു. അപ്പോൾ അതവർക്ക് അവരെ ഞാനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. അപ്പോൾ നമുക്ക് പറ്റുന്നതിന് മാക്സിമം രീതിയിൽ ചെയ്യാൻ പറ്റി. പിന്നെ ഇതിലൊരു ചലഞ്ചിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉറപ്പായിട്ടും ഇതിലൊരു ഫോൺ കോൾസ് ആണ്. അപ്പോൾ അവിടെ പറയുന്ന കുറേ കാര്യങ്ങൾക്ക് നമ്മളിവിടെ റിയാക്ട് ചെയ്യുന്ന റിയാക്ഷനിലൂടെ കുറേ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. അപ്പോൾ റിയാക്ഷൻ ത്രൂ ഔട്ട് ചെയ്യാന്നുള്ളൊരു ചലഞ്ചിങ് തന്നെയായിരുന്നു. അപ്പോൾ
നമ്മൾ പക്ഷെ ഞാൻ ആ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ അതിന്റെ ഒരു ഭീകരത അങ്ങനെ നമ്മൾ ചിന്തിച്ചിട്ടൊന്നുമില്ല. നമുക്ക് ലൈഫിൽ ചിലപ്പോൾ എനിക്ക് ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ കിട്ടുമെന്ന് തന്നെ അറിയില്ല. അപ്പോൾ കിട്ടുക, അപ്പോൾ നമ്മളത് ബെസ്റ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. അപ്പം എനിക്ക് പറ്റുന്ന രീതിയിൽ മാക്സിമം ചെയ്യുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നത്. ബ്രോ ചെയ്തത് എന്തായാലും ഞങ്ങൾ എന്നെ സംബന്ധിച്ചോളം ഞാൻ പറയാം. ഇപ്പൊ ഇതേപോലെ എനിക്കും സിനിമയൊക്കെ ചെയ്യണം പോലെ ആഗ്രഹമുള്ള ഒരാളാണ്. അത് ഗൂഗിളിനും അറിയാം. അതിലേക്ക് ഞാൻ വീണ്ടും വരുന്നുണ്ട്, അവരുള്ളത് ഞാൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ബ്രോ ഈ ഒരു ക്യാരക്ടർ വളരെ നന്നായിട്ട് തന്നെ ചെയ്യുന്നുണ്ട്. അതിൽ ക്രിറ്റിസിസം എന്ന് പറയുന്നത് നമുക്കത് വേണം. എന്തായാലും നമുക്ക് എങ്ങനെ എന്തെങ്കിലും പറയുമ്പോൾ നമുക്ക് ഗ്രോ ചെയ്യാൻ പറ്റും. എന്തായാലും നമ്മൾ എപ്പോഴും നല്ലത് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് ഗ്രോ ചെയ്യേണ്ടത് നമ്മുടെ സ്റ്റോപ്പായി പോയ ഒരാളാണ്. അടുത്ത ഞാൻ പോകുന്നത് ഇതിന്റെ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സിലേക്ക് പോകും. ഡയറക്റ്റിലേക്ക് ഞാൻ അവസാനം വരുന്നുണ്ട്. സ്ക്രിപ്റ്റ് റൈറ്റേഴ്സിനോട് എനിക്ക് ചോദിക്കാനുള്ളത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവരുടെ പ്രായം എന്ന് പറയുന്നത് ഏകദേശം എൻ്റെ അതേ പ്രായം ഉണ്ടാവുള്ളൂ. ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചാൽ പറയുന്നത് നിങ്ങൾക്ക് ഊഹിക്കാലോ. അപ്പോൾ ഒരേ പ്രായം ഉണ്ടാവുള്ളൂ. ഈ പ്രായത്തിലുള്ള ഒരു വ്യക്തിക്ക് എങ്ങനെ ഇത്രയും ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ഡെവലപ്പ് ചെയ്യാൻ പറ്റിയെന്നാണ് എൻ്റെ ആദ്യത്തെ ഡൗട്ട്. അത് ഈ ആഷിഖ് എന്ന് പറയുന്ന ക്യാരക്ടറിന് കുറേ ഡെപ്ത് ഉണ്ട്. അതായത് പല ലേയേഴ്സ് ഉണ്ട്. അതായത് ഫാമിലി ആയിക്കോട്ടെ, വൈഫായിട്ട് സംസാരിക്കുന്നു, ആ വഴക്കുള്ള കാര്യം. നിങ്ങളാരും മാരീഡ് അല്ല അല്ലല്ലോ, അതേപോലെ തന്നെ. അപ്പൊ എങ്ങനെ ഈ ക്യാരക്ടേഴ്സ് നിങ്ങൾ ഡെവലപ്പ് ചെയ്തു? ഗൂഗിളിൽ നിന്ന് നമുക്ക് തുടങ്ങാം. എങ്ങനെ ഗൂഗിൾ രണ്ടുപേരും പറഞ്ഞു? ആഷിഖ് എന്നുള്ള കഥ കുറച്ച് കാലമായിട്ട് ഞങ്ങളുടെ മനസ്സിലുണ്ട്. അപ്പൊ അത് ഈ പർട്ടിക്കുലർ മൂവിക്ക് വേണ്ടിയിട്ടായിരുന്നില്ല. അങ്ങനെ കുറെ പ്രാരാബ്ദമുള്ള ആള്. അപ്പൊ അയാളുടെ കുറച്ച് അങ്ങനത്തെ ഞങ്ങൾ ലേസർ വേറൊരു സിനിമയ്ക്ക് വേണ്ടി ഞങ്ങൾ ഡെവലപ്പ് ചെയ്തായിരുന്നു. അത് ഇത്ര എക്സ്റ്റെൻസീവ് ആയിട്ട് ഉൾക്കൊള്ളിക്കാൻ പിന്നെ നന്നായിരുന്നില്ല. അപ്പൊ ഞങ്ങളിങ്ങനെ ഈ ബാനറായിട്ട് പിന്നെ ഈ തോട്ട് വന്നപ്പോഴാണ് പിന്നെ അത് ഞങ്ങൾക്കൊന്ന് ബൈൻഡ് ചെയ്യും. ആ ക്യാരക്ടർ ഇതിലേക്ക് പ്ലേസ് ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഒതന്റിസിറ്റി കിട്ടും, കുറച്ചും കൂടി ഓർഗാനിക് ആണെന്ന് തോന്നും. അപ്പൊ അങ്ങനെയാണ് ഞങ്ങൾ കുറെ കാലം ഈ ആഷിഖ് ഞങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ ഹോണ്ട് ചെയ്ത് നടക്കുന്നത്. കുറെ ഈ വൈഫിന്റെ ഇഷ്യൂസും പിന്നെ കുറെ കൂടി ഡീപ്പിൽ പോകുമ്പോൾ അയാൾക്ക് ഭയങ്കര ട്രബിൾസ് ആണ്. അയാൾ പക്ഷെ ഹാപ്പി മൂഡിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ അയാൾക്ക് ഇല്ലാത്ത പ്രശ്നങ്ങളൊന്നുമില്ല പടത്തിൽ. എല്ലാത്തിലും അയാൾ ഇടപെട്ടിട്ടുണ്ട്. പ്രശ്നം ബിസിനസ് ആണെങ്കിലും ഫാമിലി വൈസ് ആണെങ്കിലും കുട്ടിയോടുള്ളതാണ്, അച്ഛനമ്മയോടുള്ള, പെങ്ങളുടെ ഇക്വേഷൻ ആണെങ്കിലും പെങ്ങളുടെ സുഹൃത്തുക്കളുടെ ഇക്വേഷൻ ആണെങ്കിലും എല്ലാം എവിടെയൊക്കെ തെറ്റിക്കിടക്കുന്നുണ്ടല്ലോ. അപ്പൊ അത് ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് കുറെ കാലമായിട്ട് ഞങ്ങളുടെ മനസ്സിലുണ്ട്. അത് വേറൊരു ആക്ച്വലി ഫിലിമിന് വേണ്ടി ഡെവലപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചിരുന്ന ഇനീഷ്യൽ ത്രില്ലർ. പക്ഷെ ഭയങ്കരമായിട്ട് കറക്റ്റായിട്ട് ജെല്ലായി വന്നു. റിയൽ ലൈഫ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ ഉണ്ട്. പക്ഷെ അവരാരും ഇങ്ങനെയല്ല. പക്ഷെ ഞങ്ങൾ അവരിൽ നിന്ന് കുറച്ച് ഇങ്ങനെ ബേസിക്കലി റൈറ്റ് എന്ന് പറഞ്ഞാൽ റെഫറൻസുകൾ എന്തായാലും ഉണ്ട്. അപ്പൊ ആ റെഫറൻസ് ഞങ്ങൾക്ക് ഓൾറെഡി ഞങ്ങളുടെ ഒരു എന്താ പറയുക, ഞങ്ങൾക്ക് അങ്ങനെ പരിചയമില്ലെങ്കിലും ഞങ്ങൾക്ക് കേട്ടറിവ് കുറച്ച് കാര്യങ്ങളുണ്ട്. അത് ഞങ്ങളിങ്ങനെ മാക്സിമം ബ്ലെൻഡ് ആക്കാൻ നോക്കിയിട്ടുണ്ട്. അപ്പൊ ഈ റിവ്യൂ അനുസരിച്ചിട്ട് ബ്ലെൻഡ് ആയെന്ന് വിചാരിക്കുന്നു. ഇനി അതേ പറയാം കണ്ടില്ലേ, ഞാൻ കണ്ടതുകൊണ്ടാണ് ഞാൻ ഇത്ര ഡീറ്റെയിൽ ചോദിക്കുന്നത്. അടുത്ത ഞാൻ ചോദിക്കുന്നത്, നമ്മൾ ആദ്യത്തെ ഒരു സിനിമ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അത് അത്രയും നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാനായിട്ട് നമ്മൾ എന്തായാലും ശ്രമിക്കുന്നതായിരിക്കും. അതായത് ഇപ്പോൾ എനിക്ക് ബ്രോ ഡയറക്ടർ, അതായത് വിഷ്ണുനാരായണൻ, പുള്ളിയോട് എനിക്ക് ചോദിക്കാനുള്ളത്, അപ്പോൾ ആദ്യത്തെ സിനിമ ചെയ്യാന്ന് പറയുമ്പോൾ ഈ സബ്ജക്ട് തന്നെ ചെയ്യാൻ എങ്ങനെയാണ് നിങ്ങൾ തീരുമാനിച്ചത്? എങ്ങനെയാണ് നിങ്ങൾ ഇത് ചെയ്യാം, നമുക്ക് ഇത് തന്നെ ഫിക്സ് ചെയ്ത് നിങ്ങൾ എങ്ങനെയാണ് ചെയ്യുന്നത്? ആക്ച്വലി ഇതായിരുന്നില്ല ആദ്യത്തെ സിനിമ. ആദ്യത്തെ സിനിമ കുറച്ചുകൂടി വൈഡായിട്ട് കാർത്തിക്കും വേറെ സ്റ്റാർ കൂടി പേര് റിവീൽ ചെയ്യുന്നില്ല. അപ്പോൾ അവർ രണ്ടുപേരെ വെച്ച് ചെയ്യാനുള്ള സിനിമയായിരുന്നു ആദ്യം. ഫസ്റ്റ് ലോക്ക്ഡൗണിലൊക്കെ ആദ്യത്തെ കൊറോണ കോവിഡ് സിറ്റുവേഷൻ. അതെല്ലാം പിന്നെ ഡേറ്റ് ഇഷ്യൂ, പ്രൊഡക്ഷൻ ഇഷ്യൂ ഒക്കെ ആയതുകൊണ്ട് നമ്മൾ തൽക്കാലം അത് ഡ്രോപ്പ് ചെയ്തു. ആക്ച്വലി ഈ സിനിമയുടെ തോട്ട് 2 വർഷം മുമ്പ് എടുത്തു. വർക്ക് ചെയ്തിട്ടില്ല. ഈ ഒരു കോവിഡ് സിറ്റുവേഷനിൽ നമുക്ക് എന്ത് സമയം കളഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ആ കോവിഡ് സിറ്റുവേഷനിൽ എന്ത് ചെയ്യാമെന്നുള്ളൊരു പ്രാക്ടിക്കൽ വശത്തിലേക്ക് വന്നപ്പോഴാണ് ഇങ്ങനെയൊരു സബ്ജക്റ്റ് ചെയ്യുന്നത്. ആദ്യത്തെ സിനിമ അപ്പോൾ ചെറിയൊരു ബഡ്ജറ്റ്, നമുക്ക് എന്തായാലും ഒരു 1.5 കോടി 2 കോടി ഇൻവെസ്റ്റ് ചെയ്തിട്ട് തിരിച്ചു കിട്ടുക വളരെ പ്രാക്ടിക്കലല്ല. തിയേറ്റേഴ്സ് ഇല്ല, ഉള്ളതൊരു OTT പ്ലാറ്റ്ഫോം. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ടൊരു സിനിമ അങ്ങനെ ആലോചിച്ച് വന്നതാണ്. ആക്ച്വലി ബാനറായിട്ട് സംഭവിക്കാനുള്ള റീസൺ അതാണ്. അതുമാത്രമല്ല, നിങ്ങൾ ചെയ്ത സിനിമ വൻ വിജയമാണെന്ന് അറിയാൻ ഈ OTT റിലീസ് തന്നെ ധാരാളം എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്താ പറഞ്ഞാൽ നിങ്ങളുടെ സിനിമ ഇറങ്ങുന്നതിന് മുമ്പായിട്ടാണ് കോൾഡ് കേസ് എന്ന് പറഞ്ഞാൽ വലിയൊരു സ്റ്റാർ അഭിനയിച്ച കോൾഡ് കേസ് ഇറങ്ങിയതിന് ശേഷം എല്ലാവരും വൻ പ്രൊമോഷൻ എന്തായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൾഡ് കേസിന് ശേഷം മലയാളത്തിൽ തന്നെ വൻ തുക കൊടുത്ത് മേടിച്ച സിനിമയാണ് ബാനർ കെട്ട എന്നൊരു ബാനറിലാണ് ബാനർ കെട്ട തന്നെ അറിയപ്പെട്ടത്. അതിനെ നിങ്ങളുടെ ടീമിന് കിട്ടിയ അതൊരു വലിയൊരു അംഗീകാരമായിട്ടാണ് ഞാൻ കാണുന്നത്. അതെ 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 അത് ഇത്രയും അത് വലിയ സ്റ്റാർ കാസ്റ്റ് തന്നെയാണ്. ദൃശ്യം, ജൂജി, മാലിക് പോലുള്ള സിനിമകളൊക്കെ കഴിഞ്ഞ് ഒരു പറയാൻ മാത്രം നമ്മൾ അത്ര എസ്റ്റാബ്ലിഷ് ആയ ഒരു സ്റ്റാർ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ അങ്ങനെ ഒരു പടം ഇത്രയും വലിയൊരു എന്താ പറയാ ഒരു റിലീസ് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ കാര്യം തന്നെയാണ്. എന്തായാലും ഒരു സിനിമ ബാക്ക്ഗ്രൗണ്ട് ഇല്ലാതെ നമ്മളൊരു മൂവി ഇൻഡസ്ട്രിയിലേക്ക് കയറി വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ എല്ലാവർക്കും അറിയാം അവിടെ സർവൈവ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ചില്ലറ കാര്യമല്ല. ഒരു ബാക്ക്ഗ്രൗണ്ട് ഇല്ലാതെ തന്നെ ഒരു 3 സിനിമയൊക്കെ ചെയ്തു വരിക
വരിക എന്ന് പറയുമ്പോൾ ഓക്കെ ഫ്ലോസ് ഉണ്ടാവാം, തെറ്റ് ഉണ്ടാവാം, അത് എല്ലാവർക്കും പറ്റും. പക്ഷെ അതൊക്കെ കഴിഞ്ഞ് ആ കഴിവ് കൊണ്ട് മാത്രമേ നമുക്ക് പിടിച്ചിരിക്കാൻ പറ്റുള്ളൂ. എല്ലാവരും പറയും ലക്ക് കാരണമായിരിക്കുന്നു. ലക്ക് വേണം, ശരിയാണ്. നമുക്ക് കയറി വരാനൊക്കെ ചിലപ്പോൾ ഒരു എൻട്രി കിട്ടാൻ നമുക്ക് ലക്ക് വേണ്ടി വരും. പക്ഷെ ഇവിടെ സർവേ വേണമെങ്കിൽ പ്യുവർ ടാലന്റ് തന്നെ നമുക്ക് വേണം, അല്ലേ? ആ ടാലന്റ് ഉള്ളവർക്ക് മാത്രമേ നമുക്കിവിടെ സർവേ ചെയ്യാൻ പറ്റുള്ളൂ എന്നത് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ബാനർഘട്ട ടീം. മാത്രമല്ല ഇവരുടെ ഫ്യൂച്ചർ വിശേഷങ്ങൾ എന്താണ്? നിങ്ങളുടെ ഭാവി എന്തൊക്കെയാണ്, പ്രോജക്ട്സ് എന്തൊക്കെയാണ് ഉള്ളത്? അപ്പൊ അടുത്ത പടം ഇതേപോലെ വൻ വിജയമാകട്ടെ. അത് മാത്രമല്ല ഇതേപോലെ എനിക്ക് നിങ്ങളോട് കൂടെ ഇരുന്ന് ഇതേപോലെ ബ്ലോഗ് ചെയ്യാൻ പറ്റട്ടെ. എന്റെ ചാനൽ അതോടൊപ്പം ഗ്രോ ചെയ്യട്ടെ എന്നാണ് എനിക്ക് ആഗ്രഹമുണ്ട്. അത് മാത്രമല്ല ഇനിയിപ്പോ എനിക്ക് ഗോകുലിനോടൊരു കാര്യം ചോദിക്കേണ്ടത്, ഞങ്ങളിപ്പോ കോളേജിൽ ഒരുമിച്ച് പഠിച്ചതാണ്. അപ്പൊ എല്ലാ സിനിമ ഇറങ്ങുമ്പോൾ ഞങ്ങൾ ഇങ്ങനെ പോസ്റ്ററൊക്കെ ഷെയർ ചെയ്യും. അതെ, പറയുമ്പോൾ അങ്ങനെ പറയാൻ പറ്റുള്ളൂ. ഒരേ ബെഞ്ചിലൊക്കെ ഇരുന്ന് എപ്പോഴും ഞങ്ങൾ സിനിമയെ കുറിച്ചൊക്കെ കുറെ ഡിസ്കസ് ചെയ്യാറുള്ളതാണ്. അത് ഓർമ്മയുണ്ടല്ലേ? അപ്പൊ ഇങ്ങനെ പോസ്റ്റേഴ്സ് ഒക്കെ റിലീസ് ചെയ്യുമ്പോഴും എന്ത് ചെയ്യുമ്പോൾ നമ്മളെല്ലാവരും ഷെയർ ചെയ്യാറുണ്ട്. അപ്പൊ ഞാൻ പറയും എന്റെ ഫ്രണ്ടിന്റെ സിനിമയാണ് ഇങ്ങനെ ഷെയർ ചെയ്യുന്ന പറയും. അപ്പൊ ചോദ്യം ഗോകുലിനോടാണ്. അപ്പൊ നിന്റെ ഫ്രണ്ടല്ലേ ഗോകുൽ, അപ്പൊ നിനക്ക് എന്താ ഒരു പടത്തിൽ ചാൻസ് തരാത്തെന്ന് എല്ലാവരും എന്നോട് ചോദിക്കും. ആ ചോദ്യം ഞാൻ ഇവനോട് തന്നെ ചോദിക്കാം. അപ്പൊ ഞാൻ ഉത്തരം പറയാം. നമുക്ക് സംസാരിച്ച സമയത്ത് ഷിബുക്ക് കഴിഞ്ഞൊരു സ്റ്റേജിലായിരുന്നു, 3 ഷെഡ്യൂൾ കഴിഞ്ഞിട്ട് നമ്മൾ ടൗണിൽ വെച്ച് കണ്ടിരുന്നു. അപ്പൊ പിന്നെ ഇത് എന്ന് പറയുമ്പോൾ അറിയാലോ പടങ്ങളില്ല, വളരെ ചെറിയ ക്യാരക്ടർ. അപ്പൊ ഞാനും പറഞ്ഞു ആക്റ്റീവ് ഡിസ്കഷൻ നടക്കുന്നില്ല, ഇങ്ങനെ ഒരു ക്യാരക്ടർ പറയാം. ഇങ്ങനത്തെ ഒരു നമ്മുടെ ഷറഫന് നമുക്ക് പരിചയമുണ്ട്. ഞങ്ങൾ മുൻപിൽ ഒരു ഷോർട്ട് ക്ലിപ്പ് പകുതി ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്തു, പക്ഷെ അതിന് നിർഭാഗ്യവശാൽ അത് പകുതിയിൽ നിന്ന് പോയി. അപ്പോൾ അത് അർജുനായിരുന്നു അത് ഡയറക്റ്റ് ചെയ്തത്. അപ്പോൾ ഞാൻ അർജുനും എപ്പോഴൊക്കെ സംസാരിച്ചിട്ടുണ്ട് അങ്ങനെ ഒരു ഇനി ഒരു വേഷം ഈ ഒരു ഏജ് ഗ്രൂപ്പിൽ ഒരു വളയാണെന്ന് കൊടുക്കണം എന്തായാലും. അപ്പൊ അർജുനും ഓൾമോസ്റ്റ് അപ്പൊ അതൊക്കെ ചെയ്ത് വരുമ്പോഴാണ് പെട്ടെന്ന് ലോക്ക്ഡൌൺ ആയപ്പോൾ അങ്ങനെയാണ് പെട്ടെന്ന് ബാനർഘട്ടം. ഇനി എന്തായാലും ഒരു പടം വളയാൻ എന്തായാലും ഈ ഭാഗത്ത് ഇരുന്നിട്ട് നമ്മുടെ ഈ ഞാൻ ഞങ്ങളുടെ കൂടെ ഇരുന്നിട്ട് വേറെ ഇന്റർവ്യൂ സംസാരിക്കുന്ന ഭാഗ്യം. പുതിയ ആൾക്കാരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കാരണം ഷിബുവിൽ ഇഷ്ടംപോലെ പുതിയ ആൾക്കാർ പല ക്യാരക്ടറിൽ ഉണ്ടായിരുന്നു. അതുപോലെ ബാനർഘട്ടയിലാണെങ്കിലും അവസാനം ചെയ്ത പോലീസ് ക്യാരക്ടേഴ്സ് ഒക്കെ അവര് തിയേറ്റർ ആർട്ടിസ്റ്റുകളാണെങ്കിൽ പോലും സിനിമ എന്നുള്ളൊരു മീഡിയത്തിൽ അവർ ആദ്യമായിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾക്ക് മാക്സിമം പാലക്കാട്ടത്തെ ആൾക്കാരാണെങ്കിൽ അല്ലാതാണെങ്കിൽ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ നമുക്ക് താല്പര്യമുള്ള ആൾക്കാരാണ്. അപ്പോൾ നമുക്ക് അവർക്ക് പറ്റുന്ന ഒരു ക്യാരക്ടർ വരുമ്പോൾ ഉറപ്പായിട്ടും അപ്പൊ ബ്രോ എന്നല്ല നമ്മുടെ ഭാഗത്തുനിന്ന് പുതിയ ആൾക്കാരൊക്കെ എപ്പോഴും സപ്പോർട്ട് ചെയ്യും. ഒരു ധൈര്യത്തിൽ പറയാൻ 19 പേരിൽ കൂടുതൽ പുതുമകളാണ് ഞങ്ങൾ ഒരുപാട് ഞങ്ങളെന്താ വെച്ചാൽ അങ്ങനെ ഇൻഹിബിഷൻസ് ഒന്നും ഇല്ല. നമുക്കെന്താ വെച്ചാൽ എല്ലാവരും ഒരുമിച്ച് നമ്മളിപ്പോ ഇവരുടെ ഡയറക്ടേഴ്സ് ആണെങ്കിൽ അസിസ്റ്റൻസ് ആയി വന്നവർ തന്നെ ഇപ്പൊ ഇവരുടെ കൂടെ പല വലിയ സിനിമകളിൽ അവര് ഈ ഷിബുവിന്റെ പേരിൽ അവർക്ക് ഒരു അവസരം കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ മാക്സിമം വളർന്നു വരുന്നവരെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ. അതിന് പ്രധാന കാരണം എന്താ വെച്ചാൽ ഇതിന്റെ സ്ട്രഗിൾ നന്നായിട്ട് ഞങ്ങൾക്ക് അറിയാം. അതെ, അപ്പൊ നമ്മളെ എങ്ങനെയാണ് ഇതിലേക്ക് എത്തിയതെന്നും അല്ലെങ്കിൽ ഇതിൽ നിൽക്കാനുള്ള ഒരു സ്ട്രഗിളൊക്കെ ഞങ്ങൾക്ക് 4 പേർക്ക് അതിനെ കുറിച്ച് വളരെ വ്യക്തമായിട്ടുള്ളൊരു ബോധമുണ്ട്. അപ്പൊ മാക്സിമം ഞങ്ങളോട് എത്തുന്നവരെ ഞങ്ങളെപ്പോഴും ഞങ്ങൾ ഓർമ്മിപ്പിക്കാറുണ്ട്. അപ്പൊ നമുക്ക് അവർക്ക് പറ്റുന്ന ക്യാരക്ടർ അവർ ഞങ്ങൾക്ക് മെസ്സേജ് ചെയ്താൽ ഞങ്ങൾ അങ്ങോട്ട് ചെയ്തിട്ട് ഇങ്ങനത്തെ ഒരു സാധനമായിട്ട് വന്ന് ചെയ്യണമെന്ന് പറയാറുണ്ട്. അപ്പൊ ഉറപ്പായിട്ടും അടുത്ത പ്രാവശ്യം പ്രോയും ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യാനുള്ള ഒരു ലക്ക് ഉണ്ടാവട്ടെ. തീർച്ചയായിട്ടും അങ്ങനെ സ്ക്രീൻ നമ്മൾ ഉറപ്പായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. അതായത് എന്റെ ഡൗട്ട് അല്ല, എല്ലാവരും എന്നോട് ചോദിക്കുന്ന ഡൗട്ട് ഞാൻ ഈ വീഡിയോയിൽ കൂടെ പറഞ്ഞതേ ഉള്ളൂ. അത് മാത്രമല്ല ഇപ്പൊ അങ്ങനെ നമ്മൾ അടുത്ത സിനിമ ചെയ്തതിന് ശേഷം അടുത്ത പ്രാവശ്യം ഇങ്ങനെ സിനിമ ചെയ്തതിന് ശേഷം ഞാൻ ഗോകുൽ വാക്ക് പാലിച്ചു എന്ന് പറഞ്ഞൊരു ബ്ലോഗ് കൂടി ഞാൻ ചെയ്യുന്നതാണ്. ഇപ്പൊ തന്നെ അതിനുള്ള കണ്ടന്റ് ഞാൻ എടുത്തിട്ടുണ്ട്. അതുപോലെ എല്ലാവർക്കും പുതിയ ടെക്നിക്ക് ചാൻസ് ചോദിക്കാനുള്ള ഇങ്ങനെയും ചാൻസ് തോന്നില്ല. അതായത് നമ്മൾ ഷിബുവിന്റെ കാര്യം പറഞ്ഞു വന്നപ്പോ ഷിബുവിന്റെ ടെക്നീഷ്യൻസ് ഒക്കെ ആരായിരുന്നു കൂടി ഒന്ന് പറഞ്ഞു. ഷിബുവിന്റെ ടെക്നീഷ്യൻസ് ഇവിടെ നമ്മുടെ ഫോട്ടോഗ്രാഫിയിലെ ഷബീറൊക്കെ അതെ, പാലക്കാടുള്ള ഒരു ടെക്നീഷ്യൻ തന്നെയാണ് ഇവിടെ ഷിബുവിൽ നമ്മൾ ചെയ്തിട്ടുള്ളത്. പുള്ളി ഓം പ്രകാശിന്റെ ചീഫ് അസോസിയേറ്റ് ആയിരുന്നു. ഷബീർ അഹമ്മദ് എന്നാണ് പേര്. പുള്ളി നല്ലൊരു DOP ആയിരുന്നു. പുള്ളി പാലക്കാടുകാരനാണെന്നുള്ളത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ കാര്യം ഇവിടെ എടുത്തിട്ടുള്ളത്. ഷിബുവിന്റെ ഡീറ്റെയിൽസ് കൂടി ഒന്ന് പറഞ്ഞു. ഷിബു പിന്നെ അതിന്റെ എഡിറ്റിംഗ് നടന്ന നോവലൊക്കെ സുഡാനിയൊക്കെ ചെയ്തു പടങ്ങൾ. ബാക്കി ഇന്നെ ഔട്ട് മോസ്റ്റ്ലി എല്ലാവരും പാലക്കാട് ഉള്ള ആൾക്കാർ തന്നെയാണ്. അപ്പം നമ്മൾ കൂടുതൽ ഇവിടെ ഷൂട്ട് ചെയ്യുന്നതുകൊണ്ട് അതിന്റെ ഞങ്ങൾക്കൊരു എന്താ പറയാ ചെയ്യാനും ചെയ്തെടുക്കാനൊക്കെ കുറച്ച് പറ്റുന്ന ഇവിടുത്തെ ടെക്നീഷ്യൻസ് ആയതുകൊണ്ട് ഞങ്ങൾ മാക്സിമം ഇവിടെ തന്നെ നിന്ന് 32 മാത്രം ഞങ്ങൾ കൊച്ചിയിൽ ഷൂട്ട് ചെയ്യും, എറണാകുളത്ത് ബേസിക് ഷൂട്ട് ചെയ്തു. ബാക്കി ഈ 2 പടങ്ങളും ഇവിടെ നിന്ന് തന്നെയാണ് മാക്സിമം ഞങ്ങൾ ലൊക്കേഷൻസ് പോലും അധികം ഞങ്ങൾ പോകാറില്ല. ഇവിടെ നിന്ന് ഒരു 5 കിലോമീറ്റർ ഒരു ചുറ്റിപ്പെട്ട സ്ഥലങ്ങളായിരിക്കും ഞങ്ങൾ മാക്സിമം തരാം. ഞങ്ങൾക്ക് ഇഷ്ടമുള്ള ലൊക്കേഷൻസ് അവിടെ ഇവിടെ ഉണ്ട് പാലക്കാട്. അപ്പോൾ അത്ര ഇങ്ങനെ എത്തിപ്പെടാത്ത ആൾക്കാർ പലരും ഒറ്റപ്പാലം പോകുന്നതല്ലാതെ ടൗൺ ഇതിന് പരിസരം ഭയങ്കര ബ്യൂട്ടിഫുൾ. അപ്പം ഞങ്ങൾ മാക്സിമം ഞങ്ങൾ ചിന്തിക്കുന്നതൊക്കെ ഇവിടെ റിലേറ്റ് ചെയ്തിട്ടുള്ള കഥകൾ നടക്കുന്നതായിട്ട് ഞങ്ങൾ മാക്സിമം ഞങ്ങളുടെ തോട്ടത്തിൽ വർക്കാണ്. അപ്പം ഇതും അങ്ങനെയാണ് സംഭവിച്ചത്. ഇത് മാത്രമല്ല
സുഹൃത്താണ്. നമ്മൾ എപ്പോഴും പാലക്കാട് എന്നുള്ള സ്ഥലത്താണ് എൻ്റെയൊക്കെ വീട് പാലക്കാടാണല്ലോ. അപ്പോൾ നമ്മൾ പലരോട് സംസാരിക്കുമ്പോൾ പറയും നീ ഇവിടെ നിന്ന് മാറി നിൽക്ക്, ഇവിടെ ഇരുന്നിട്ട് കാര്യമില്ല, എറണാകുളത്തേക്ക് മാറുക അല്ലെങ്കിൽ ചെന്നൈയിലേക്ക് മാറുക എന്നൊക്കെ പറയും. അപ്പോൾ പാലക്കാട് ഇരുന്നുകൊണ്ട് പാലക്കാട് തന്നെ ഷൂട്ട് ചെയ്ത ഒരു 2 സിനിമ ഇവർ റിലീസ് ചെയ്യുന്നത് ചെയ്തു. അപ്പോൾ എന്താണ് നമ്മൾ എവിടെ ഇരിക്കണം എന്നുള്ളൊരു കാര്യമല്ല അല്ലേ, നമ്മുടെ ടാലന്റ് തന്നെയാണ് വലുതെന്നാണ് കാണിക്കുന്ന പോലെ എനിക്ക് തോന്നിയത്. അപ്പോൾ നിങ്ങളുടെ ഒരു അഭിപ്രായം എന്താണ്? ഇതിലൂടെ നിങ്ങൾ യോജിക്കുന്നുണ്ടോ? അല്ല അവരങ്ങനെ പറയുന്നതിൽ എന്തെങ്കിലും കാരണം ഉണ്ടാവും? ടാലന്റും പിന്നെ ഉറപ്പായിട്ട് നല്ലൊരു ഗ്രൂപ്പും വേണം. അല്ലാതെ നമ്മളിപ്പോൾ ഒറ്റയ്ക്ക് നമ്മളിപ്പോൾ എറണാകുളത്ത് ഇരുന്നിട്ട് കാര്യമില്ലാത്തത് തന്നെയാണ്. നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ അല്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങൾ മനസ്സിലാക്കാനും നമ്മുടെ ഏത് അവസ്ഥയിലും നമ്മുടെ കൂടെ നിൽക്കാനൊക്കെ പറ്റുന്ന നല്ലൊരു ഗ്രൂപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ എറണാകുളത്താണെങ്കിലും പാലക്കാടാണെങ്കിലും ഏത് കേരളത്തിലെ ഏത് ജില്ലയിൽ വന്നാലും സിനിമ അത്രയ്ക്ക് പാഷനേറ്റ് ആണെങ്കിൽ അത് ഉറപ്പായിട്ട് നടക്കും എന്നുള്ളത് തന്നെയാണ്. പക്ഷെ നമ്മളല്ലാതെ ഇപ്പോൾ ഒറ്റയ്ക്ക് അവിടെ പോയി നിന്നാലും നമ്മളെ സപ്പോർട്ട് അതെനിക്ക് തോന്നുന്നു ബ്രോന് അറിയാമോ, നമ്മളെ ഒരാൾ അല്ലെങ്കിൽ നമുക്ക് ചുറ്റും നല്ല സർക്കിൾ ഇല്ലെങ്കിൽ മാക്സിമം നമുക്ക് എന്താ പറയുക മുന്നോട്ട് വരാനൊക്കെ കുറച്ച് പ്രശ്നമായിരിക്കും. വരില്ല എന്നല്ല, വരുമായിരിക്കും, പക്ഷെ അതിന്റെ ഒരു കാലതാമസം ഉണ്ടാവുമായിരിക്കും. ഇതിപ്പോ നമുക്ക് എന്താ വെച്ചാൽ നമ്മളിപ്പോ ഈ പടമാണെങ്കിലും അതിന് മുന്നേ ചെയ്ത പടമാണെങ്കിലും ഒക്കെ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് ആരെയും കൂടി നമ്മൾ എന്താ പറയാ ഈ സമയത്ത് ഓർക്കുന്നത്, കാരണം എല്ലാവരുടെയും സപ്പോർട്ടില്ല നമുക്ക് ഒരിക്കലും ഒരു സിനിമ നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇനി അടുത്തൊരു പടം ചെയ്യുമ്പോൾ ഉറപ്പായിട്ട് ഇവരുടെയൊക്കെ സപ്പോർട്ട് അല്ലെങ്കിൽ ഇപ്പൊ ബ്രോ ഉൾപ്പെടെ ബ്രോ പറഞ്ഞിട്ട് ഞാൻ FB പോസ്റ്റ് ഷെയർ ചെയ്യാറുണ്ട് എന്ന് പറഞ്ഞു, അതാണ് നമുക്ക് തരുന്ന ഒരു സപ്പോർട്ടാണ്. കാരണം നമ്മൾ അങ്ങനെ വലിയതായിട്ട് ഒരു പ്രൊമോഷൻസിലൊന്നും ചെയ്യുന്ന പടങ്ങളൊന്നും അല്ല. അപ്പൊ നമ്മള് ഇപ്പൊ ഈ പടം തന്നെ കണ്ടവരാണ് നല്ല പടം എന്ന് പറഞ്ഞ് ബ്രോന്റെ ഫ്രണ്ട്സിനോട് പറയുന്ന പോലെ ഇത് പറഞ്ഞിട്ടാണ് ഇതിന് കുറെ പേര് കാണുന്നത്. അപ്പൊ നമ്മൾ അങ്ങനെയാണ് മാക്സിമം നമ്മുടെ ചുറ്റുള്ളവരുടെ സപ്പോർട്ട് കൊണ്ടൊക്കെയാണ് നമ്മുടെ പടങ്ങളിൽ പോകുന്നത്. അപ്പൊ അവരെയൊക്കെ ഈ സമയത്ത് മാക്സിമം നന്ദിയോട് ഓർക്കുന്നു. തീർച്ചയായിട്ടും. അത് മാത്രമല്ല നമ്മൾ എല്ലാവരും സിനിമ സ്വപ്നം കണ്ട് നടക്കുന്ന ആൾക്കാരാണ്. ഇത് നമ്മൾ സ്വപ്നം കാണുന്ന പോലെ തന്നെ ഇഷ്ടംപോലെ വ്യക്തികൾ സിനിമ സ്വപ്നം കണ്ട് വരുന്നവരുണ്ട്. എല്ലാവർക്കും ഇതേപോലെ സിനിമ ചെയ്യാൻ പറ്റാത്തവരുമുണ്ട്. അപ്പം ആഗ്രഹിക്കുന്നവരോടൊക്കെ എനിക്ക് ഒരു കാര്യമേ പറയാനുള്ളൂ, നിങ്ങളുടെ പാഷൻ നിങ്ങൾ ഒരിക്കലും വിടാതെ അതിനുവേണ്ടി 100% ഹാർഡ് വർക്ക് കൊടുക്കുക, ഫുള്ളായിട്ട് വർക്ക് ചെയ്യുക. ഇന്നില്ലെങ്കിൽ നാളെ നിങ്ങളുടെ ലക്ഷ്യത്തിൽ നിങ്ങൾ എത്തിച്ചേരുക തന്നെ ചെയ്യും. അതിൻ്റെ ഒരു ഉദാഹരണം കൂടിയാണ് നമ്മളോടൊപ്പമുള്ള ഈ ടീമും. അപ്പോൾ ഇന്നത്തെ വ്ലോഗ് നമ്മളിവിടെ അവസാനിപ്പിക്കാൻ പോവാണ്. അപ്പോൾ വാനർഗേറ്റയുടെ വിശേഷങ്ങളൊക്കെ നമ്മൾ കേട്ടു. അപ്പോൾ സിനിമ കാണാത്തവരുണ്ടെങ്കിൽ ആമസോൺ പ്രൈമിലാണ് സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. നമ്മുടെ ഡയറക്ടർ വിഷ്ണു നാരായണനാണ് നമ്മുടെ ഡയറക്ടർ. 2 സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് ഗോകുലും അർജുനും നമ്മളോടൊപ്പം ഉണ്ട്. പിന്നെ പടത്തിന്റെ നായകൻ കാർത്തിക് രാമകൃഷ്ണൻ നമ്മുടെ കൂടെ തന്നെ ഉണ്ട്. പുള്ളി ഇപ്പോൾ നാളെ ഒരു വലിയ സ്റ്റാറായിട്ട് നമ്മുടെ ഇത് തിയേറ്ററിൽ ഇതേപോലത്തെ ഒരു പടം ഇറങ്ങട്ടെ എന്ന് ഞാൻ ഫുൾ ഹോൾ ഹാർട്ടഡായിട്ട് ഞാനിപ്പോൾ ആഗ്രഹിക്കുന്നു. ബ്ലസ്സിയെ മാത്രമേ എനിക്ക് വലിയ വയസ്സില്ല, അതിന്റെ ആഗ്രഹം മാത്രമേ ഞാൻ പറയുള്ളൂ. പിന്നെ ഗോകുലും അർജുന്റെയും ഇവരൊരു നല്ല ഡയറക്ടേഴ്സാണ്. ഇനിയും കുറെ സിനിമകൾ എടുത്ത് എന്നെ പോലുള്ള കുറെ ആൾക്കാർക്ക് ചാൻസ് നൽകി നല്ല വലിയ ഡയറക്ടേഴ്സ് ആവണമെന്ന് ആഗ്രഹം. അത് ഇടയ്ക്കിടയ്ക്ക് പറയണല്ലോ, ഇതിനെ വിളിച്ചാൽ കിട്ടുന്നില്ല. ഏറ്റവും കൂടുതൽ നമ്പർ മാറ്റിയത് ഞങ്ങളുടെ കോളേജിലുള്ള ഒരു ഫ്രണ്ട് സുഹൃത്തുക്കനായി. അപ്പൊ ഫാൻസിന്റെ അപ്പൊ ഗോസിപ്പും ആയിട്ടുണ്ട്. അപ്പൊ ഇവർക്ക് വേണ്ടിയിട്ടുള്ള ആ ഒരു വിഷയത്തിൽ നമ്മൾ കൊടുക്കുന്നു പറയുന്നുണ്ട്. അതുമാത്രമേ നമ്മുടെ വിഷ്ണു നാരായണൻ ബ്രോയുടെ ആദ്യത്തെ സിനിമയാണ്. ഇതിന് അടുത്തുള്ള സിനിമകളും ഇതിനേക്കാൾ വലിയ വലിയ വിജയങ്ങളിലേക്ക് എത്തട്ടെ എന്ന് എന്റെ കിട്ടി നമ്മുടെ ചാനലിൽ പറയുന്നു. അപ്പൊ എല്ലാവർക്കും നമ്മുടെ എന്റെ ബ്ലോഗിങ് നമുക്ക് ഷർഫായതുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നു. നമ്മള് കുറെ കാലങ്ങളായിട്ട് കാണുന്ന ആളുകളാണ്. അപ്പൊ നമുക്ക് അങ്ങനത്തെ ഒരു ടെൻഷൻ ഒന്നും വരുന്നില്ല. അപ്പൊ എന്തായാലും എല്ലാവരും ഷറഫിന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. വളർന്നു വരുന്ന കലാകാരനാണ്, തീർച്ചയായും നമുക്ക് തരുന്ന അതേ സപ്പോർട്ട് അവരും കൊടുക്കണം. താങ്ക് യു സോ മച്ച്. ലൈക്ക് ചെയ്യുക, ഷെയർ